വിദ്യാർത്ഥി പ്രക്ഷോഭം വലിയ നിലയിലേക്കുള്ള ജനങ്ങളുടെ കാര്യം. രാജ്യം ഭരിക്കുന്നവർ എല്ലാ നിലയിലും അതിനെ ചെറുക്കാൻ ശ്രമിക്കും, ചെറുക്കാൻ പറ്റാത്ത പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ബാൻ ചെയ്യുകയും കട്ട് ചെയ്യുകയും ചെയ്തു. വലിയ നിലയിലേക്കുള്ള പിന്തുണയാണ്, ജനകീയ പിന്തുണയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രക്ഷോഭത്തിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യക്കാർ ശക്തമായി ഈ പ്രക്ഷോഭത്തോടൊപ്പം നിലകൊള്ളും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിന്റെ ഭാഗമായി അത്യുജ്വല പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ വലിയ നിലയിലേക്കുള്ള പ്രക്ഷോഭം ഉയർന്നു വന്നിട്ടുണ്ട്. രാജ്യത്ത് ഈ പ്രക്ഷോഭം നടത്തുന്നവരെ ഭരണഘടനാ വിരുദ്ധമായി ഭീകരമർദ്ദനവും കള്ളക്കേസുകൾ വലിയ വകുപ്പുകൾ ഉപയോഗിച്ച് ചാർത്തുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. ഭരണഘടനാ വിരുദ്ധമാണ്. പ്രതിഷേധിക്കാൻ, പ്രതികരിക്കാൻ ഏതൊരു പൗരനും അവകാശമുള്ള രാജ്യമാണ് ഇന്ത്യ. പക്ഷേ കള്ളക്കേസ്, ഭീകരമർദ്ദനം ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഡൽഹിയിലും വിവിധ ആളുകൾ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ മുഖ്യമന്ത്രിയും ഡൽഹിയിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അദ്ദേഹം ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നോക്കൂ, വലിയ താല്പര്യമില്ല എന്നുള്ള പ്രചരണമുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കും. അദ്ദേഹം ആ പ്രക്ഷോഭത്തിൽ എന്തുകൊണ്ട് സംസാരിച്ചില്ല? ഈ വിഷയത്തിൽ അദ്ദേഹം ശക്തമായ നിലപാട് കൊണ്ട് സ്വീകരിച്ചില്ല എന്ന ചോദ്യവും വലിയ നിലയിൽ വരുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രി ഒരു പ്രക്ഷോഭത്തിൽ, അത് മറ്റൊരു സംസ്ഥാനത്ത്, അത് രാജ്യത്തിന്റെ തലസ്ഥാനത്ത് പങ്കെടുക്കുന്ന സ്വാഭാവികമായും അതിൽ രണ്ട് വാക്ക് പറയുക എന്നുള്ളത് സാധാരണ നടക്കുന്ന കാര്യമാണ്. പക്ഷെ അദ്ദേഹം അവിടെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് കേരളത്തിൽ ജനാധിപത്യപരമായി സമരം ചെയ്യുന്ന, അതായത് ദില്ലിയിലെ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജനാധിപത്യപരമായി കേരളത്തിൽ സമരം ചെയ്യുന്നവർക്കെതിരെ ശ്രീ വി ഡി സതീശന്റെ സർക്കാർ കേസെടുത്തു. വളരെ ഗൗരവമേറിയ വിഷയം. എറണാകുളത്ത് പനമ്പള്ളി നഗരത്തിൽ റാപ്പർ വേടന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സൂചകമായ പരിപാടിയിൽ പങ്കെടുത്തവർക്കെതിരെ പോലീസ്, വി ഡി സതീശൻ സർക്കാരിന്റെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കേരളത്തിന്റെ പല ഭാഗത്തും നടന്നിട്ടുള്ള ദില്ലി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കെതിരെ പോലീസ് കേസെടുക്കാൻ വേണ്ടി പോകുന്നുവെന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭരണകക്ഷിയിലെ യുവജന സംഘടനാ നേതാക്കന്മാരും വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസിന്റെയും KSUD നേതാക്കന്മാർ പരസ്യമായി സമരത്തിൽ പങ്കെടുക്കുമ്പോൾ പോലീസിന്റെ നിലപാടിനെതിരെ പ്രതികരിക്കുന്ന വീഡിയോകൾ നിങ്ങൾ ഇതിനകം തന്നെ കണ്ടു കാണും. അപ്പൊ ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ വളരെ ഗൗരവമേറിയ വിഷയമായി മാറിയിരിക്കുന്നു. എറണാകുളത്ത് ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദില്ലി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി സതീശൻ സർക്കാർ എടുത്തിട്ടുള്ള കേസ് പിൻവലിക്കണം എന്ന് ഗൗരവമായി ആവശ്യപ്പെടുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രശ്നം, കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഈ ഗവൺമെന്റ് വന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നരേന്ദ്രമോദി സർക്കാർ ആഗ്രഹിക്കുന്നത് പോലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. കേരളത്തിൽ BJPയുടെ നേതൃത്വത്തിലാണ് ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് ഭരണം നടത്തുന്നതെങ്കിൽ എന്തൊക്കെ നടപടികളാണോ സ്വീകരിക്കുക, അതിന് സമാനമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളത് നമ്മൾ ഒരു സീരീസ് ഓഫ് ഇഷ്യൂസ് വെച്ച് ചർച്ച ചെയ്തതാണ്. ഞാൻ അതൊന്നും ആവർത്തിക്കുന്നില്ല. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ദില്ലിയിൽ ഖാർഗെയുടെ ജന്മദിനത്തിന്റെ കേക്ക് മുറിച്ച് പെട്ടെന്ന് അവിടുത്തെ തീരുമാനിച്ച സമരത്തിൽ പങ്കെടുക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് ചർച്ച ചെയ്യപ്പെടുന്നു. ഞാൻ അതിന്റെ വശത്തിലേക്ക് കിടക്കുന്നില്ല. ഒരു വ്യക്തി ഒരു സമരത്തിൽ പങ്കെടുക്കുമ്പോൾ അതിന്റെ മുഖഭാവം അയ്യോ അറിയാതെ വിട്ടുപോയതാണ് എന്നിട്ടുള്ളതാണെന്നുള്ള ചർച്ചകൾക്ക് പിന്തുണ നൽകാനോ അതിൽ പങ്കെടുക്കാനോ ഞാൻ തയ്യാറായില്ല. പക്ഷേ ആ സമരത്തിൽ എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസാരിച്ചില്ല? BJP ഇതര സർക്കാരുകളിലെ അപൂർവം മുഖ്യമന്ത്രിമാരിൽ ഒരാളാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശക്തമായി ദില്ലിയിൽ വെച്ച് ഈ സമരത്തെ പിന്തുണച്ച് സംസാരിച്ചില്ല? ഇതും കേരളത്തിൽ ദില്ലി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തുന്ന സമരങ്ങൾക്കെതിരെ കേസെടുക്കുന്നത് കൂട്ടി വായിക്കണം. അപ്പൊ വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കണ്ടിട്ടുണ്ട്.
കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പ് ഈ വിഷയത്തിലും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കേസ് എടുത്തതുമായി ബന്ധപ്പെട്ട് കാണേണ്ടത്. ഈ കേസ് ഉടനെ തന്നെ അറിയില്ല, അറിയാത്ത കാര്യങ്ങൾ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. കേസുമായി സഹകരിച്ചാണ് മറ്റു കാര്യങ്ങൾ ഇപ്പോ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ജനാധിപത്യ സമരങ്ങളെ പോലീസ് കൈകാര്യം ചെയ്യുന്ന രീതി വലിയ നിലയിലേക്ക് കാരണം തുടക്കത്തിൽ തന്നെ മാറി. അതിന് ഉദാഹരണം ഞാനിവിടെ പറഞ്ഞ കേസെടുത്തു. മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഇതിലൊക്കെ തന്നെ ശ്രദ്ധ ചെലുത്താൻ താല്പര്യപ്പെടാത്ത സ്ഥിതിയാണ്. ഓരോ ബുധനാഴ്ചയും നടക്കുന്ന പത്രസമ്മേളനങ്ങൾ നുണബോംബുകളായി മാറി. കേരളത്തിൽ രാഷ്ട്രീയ നുണകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മനസ്സ് മാറിക്കഴിഞ്ഞു. ഓരോ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി, അസംബന്ധങ്ങളാണ് മുഖ്യമന്ത്രി, പച്ച നുണകളാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണാധികാരി പത്രസമ്മേളനം നടത്തി പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ സത്യമാണോ നുണയാണോ എന്ന് പരിശോധിക്കാൻ ഫാക്ട് ചെക്കുകൾ സോഷ്യൽ മീഡിയ ചാനലുകൾ. അപ്പോ രാഷ്ട്രീയ നുണകൾ ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മനസ്സ് മാറിയത് 2 മാസത്തിനകം തന്നെ സമൂഹം വിലയിരുത്തി.